രാജ്യത്ത് പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥിനികളുടെ എണ്ണം പെരുകുന്നു. രാജ്യസഭയിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച സ്ഥിതിവിവര കണക്കിലാണ് കൊഴിഞ്ഞുപോക്കിന്റെ ഞെട്ടിക്കുന്ന കണക്കുള്ളത്. ഇത് ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് എംപി പറഞ്ഞു. പെൺകുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഉപേക്ഷിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും ഉള്ളതെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ലഭിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്ന പെൺകുട്ടികൾ ഇല്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതല്ല സ്ഥിതിയെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപി വ്യക്തമാക്കി. 2019, 20, 21 വർഷത്തെ കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. BJP കൊട്ടിഘോഷിക്കുന്ന ഉത്തർപ്രദേശിൽ 2.5% പെൺകുട്ടികൾ പ്രൈമറി വിദ്യാഭ്യാസവും 4% പെൺകുട്ടികൾ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസവും ഉപേക്ഷിക്കുന്നുണ്ട്. 14.2% പേർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും ഇവിടെ ഉപേക്ഷിക്കുന്നു. കേരളത്തിൽ പ്രൈമറി, അപ്പർ പ്രൈമറി ക്ലാസുകളിൽ പാതി വഴിയിൽ പഠനം നിർത്തുന്ന പെൺകുട്ടികൾ ഇല്ല. ഈ 3 വർഷവും കേരളത്തിൽ പ്രൈമറി ക്ലാസുകളിൽ നിന്ന് ഒരു പെൺകുട്ടി പോലും പഠനം നിർത്തിയിട്ടില്ല. കേരളം മാത്രമാണ് 3 വർഷവും 0% ഉള്ളത്. ഹയർ സെക്കൻഡറി മേഖലയിലെ കണക്കുകൾ ഇതിലും ഞെട്ടിക്കുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും 30% പെൺകുട്ടികൾ വരെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തുകയാണ്. കേരളത്തിൽ 2019 5.9%, 2020 4.9%, 21 4.1% പെൺകുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ പാതി വഴിയിൽ പഠനം നിർത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് കേരളത്തിലെ ഈ കണക്ക്. ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപി പറഞ്ഞു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത് വെറും മുദ്രാവാക്യം മാത്രമാകരുത്. അവർക്ക് പഠിക്കാനുള്ള അവസരം കൂടി കേന്ദ്ര സർക്കാർ ഒരുക്കണം. സാമ്പത്തിക, സാമൂഹ്യ കാരണങ്ങൾ ഈ ഡ്രോപ്പ് ഔട്ടുകൾക്ക് പിന്നിലുണ്ട്. ഇത് കണ്ടെത്തണം. എന്തുകൊണ്ട് പെൺകുട്ടികൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്നു എന്ന് കണ്ടെത്തി പരിഹാരം ഉണ്ടാക്കണം. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ നടത്തിപ്പ് സുതാര്യവും സമഗ്രവുമാക്കണമെന്നും സന്തോഷ് കുമാർ എംപി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.